നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പേപ്പറിന്റെ പേര് BECC 113 ഇന്ത്യൻ എക്കോണമി പാർട്ട് 2. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാൻ മൊത്തത്തിൽ 4 ബ്ലോക്കുകൾ അടങ്ങിയ ഒരു പേപ്പറാണ്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ബ്ലോക്കിന്റെ പേരാണ് മാക്രോ എക്കണോമിക് പോളിസി. അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് പഠിക്കാനായിട്ട് ഉണ്ട്. യൂണിറ്റ് 1 വന്നിട്ട് മോണിറ്ററി പോളിസി. ആ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും, അതായത് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി സപ്ലൈ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ യൂണിറ്റ് 1 പഠിക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് മണി ലഭിക്കുക, അതിൻ്റെ സോഴ്സസ് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ്, അതായത് മോണിറ്ററി പോളിസി വരുമ്പോൾ അതിൽ ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ്, അതായത് ബാങ്ക് റേറ്റ്, റിസർവ് റേഷ്യോ, അങ്ങനെയൊക്കെ കുറേ ഇതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്ത് മണിയെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന രീതി. അപ്പോൾ അതിൻ്റെ കുറേ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി, പിന്നെ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ്, അതായത് മോണിറ്ററി പോളിസീസ് വരുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മൾ ആ സപ്ലൈ, അതായത് നമ്മുടെ കയ്യിൽ കാശ് വെച്ചേക്കുന്നത് എന്തിനായിരിക്കും, നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മണി സേവ് ചെയ്യാറുണ്ട് അല്ലേ. അടുത്ത എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് മോണിറ്ററി പോളിസി കൊണ്ട് നമുക്ക് വരുന്നത്. അതായത് നമുക്കിപ്പോൾ അറിയാം, എന്തെങ്കിലും ഇപ്പം നമുക്ക് ആളുകളുടെ ഒത്തിരി ക്യാഷ് ഉണ്ടായിരിക്കുമ്പോൾ എന്തെങ്കിലും ഓവർ ക്യാഷ് ഫ്ലോ കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്ലേഷനും ആകാം, ഒന്നിലും ഡീഫ്ലേഷനും ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് എങ്ങനെ നമുക്ക് മോഡറേറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകുന്നതാണ് യൂണിറ്റ് 1 നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ പോളിസിയാണ്. അപ്പോൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഗവൺമെന്റ് എങ്ങനെയാണ് നമ്മുടെ എക്കോണമിയിലുള്ള മണി, അതായത് എക്സ്പെഷ്യലി ഗവൺമെന്റ് ഇൻകം അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് കിട്ടുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര തരത്തിലുള്ള ഫിസിക്കൽ പോളിസീസ് ഉണ്ട്, എന്തൊക്കെയാണ്, അതായത് ഇന്ത്യയിൽ എങ്ങനെയുള്ള ഫിസിക്കൽ പോളിസിയാണ് നടപ്പിലാകുന്നത്, പിന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്, പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിനെ പറ്റിയാണ് യൂണിറ്റ് 2 പഠിക്കുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, എക്സസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓവർ ദി റവന്യൂ ഓർ ഇൻകം, അതായത് ഗവൺമെന്റിന്റെ വരുമാനത്തെക്കാൾ എത്രത്തോളം എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എത്രത്തോളം ചെലവ് ഉണ്ട്, ചെലവ് കൂടുതൽ, വരുമാനത്തെക്കാൾ ചെലവ് കൂടുതലാണെങ്കിൽ അത് എന്തായിട്ട് മാറും, ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് യൂണിറ്റ് 2 പഠിക്കുവാനായിട്ട് ഉള്ളത്. അടുത്തായിട്ട് യൂണിറ്റ് 3 വന്നിട്ട് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്. നമുക്കറിയാം ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുമ്പോൾ തന്നെ ട്രേഡ് നമുക്കറിയാം എന്താണ്, കയറ്റുമതി വരണം. അപ്പൊ ഇൻകം നമുക്ക് എക്സ്പോർട്ടും ഉണ്ടായിരിക്കും ഇമ്പോർട്ടും ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ആ എക്സ്പോർട്ടും ഇമ്പോർട്ടും എങ്ങനെയാണ്, അതിന്റെ പോളിസീസ് ഏതൊക്കെയാണ്, എത്ര തരത്തിലാണ്, അതായത് ഓരോ സമയത്തും ഈ ഓരോ ട്രേഡ് പോളിസീസ്, അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കൺട്രിയിൽ എന്തുണ്ട്, ഇൻഫ്ലേഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടിന്റെയും അളവുകൾ തമ്മിൽ വ്യതിയാനം ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ FDI പോളിസി നമ്മൾ ആദ്യം പറയുന്നതാണ് ഇന്ത്യക്കകത്തുള്ള ഇൻകവും എക്സ്പോർട്ട്, അതായത് വിത്തിൻ ദ കൺട്രിയാണ്. അത് നമുക്ക് എബ്രോഡ്, അതായത് നമുക്കറിയാം മൾട്ടിനാഷണൽ കമ്പനീസുമായിട്ട് നമുക്ക് കോൺടാക്ട്സ് ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ ഔട്ട്സൈഡ് കൺട്രീസുമായിട്ട് നമുക്ക് എന്തുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, ഒത്തിരി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ FDI പോളിസിയിൽ പഠിക്കാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റീജണലൈസേഷൻ. നമുക്കറിയാം നമ്മൾ വേൾഡ് ബാങ്കുമായിട്ടും പല ബാങ്ക്സ് മാത്രമല്ല പല കൺട്രീസുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പോളിസീസ് നടപ്പിലാക്കുന്നത്, അങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് ഒക്കെ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് യൂണിറ്റ് 3 നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. അടുത്തതായിട്ട് യൂണിറ്റ് 4 നമുക്ക് പഠിക്കാനുള്ളത് ലേബർ ലോസ് ആൻഡ് റെഗുലേഷൻസ്. നമുക്ക് ലേബർ ലോസ് ആൻഡ് റെഗുലേഷൻസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ലേബേഴ്സിന്റെ ലോസ്, എന്തൊക്കെ ലോസ് ആയിരിക്കും ലേബേഴ്സിന്. ആസ് എ ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും, നമ്മുടെ വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് ആയിരിക്കും, അവരുടെ ലോസും റെഗുലേഷൻസിനെ പറ്റിയാണ്. ഫസ്റ്റ് വൺ തന്നെ നമുക്കറിയാം ലേബർ പോളിസീസ് ഇൻഡിപെൻഡന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇൻഡിപെൻഡന്റ്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ടൈമിൽ ലേബർ ലോസ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ, അതായത് ബ്രിട്ടീഷ് കാലഘട്ടം നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ലേബർ ലോസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല ലേബർ ലോ ഫോർ ദ ഓർഗനൈസ്ഡ് സെക്ടർ, നമുക്കറിയാം 2 ടൈപ്സ് ഓഫ് സെക്ടേഴ്സ് ഉണ്ട്, ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഉണ്ട്, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 2 സെക്ടേഴ്സിലും എങ്ങനെയാണ് ലേബർ ലോസ് നടപ്പിലാക്കുന്നത്. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ അതിനൊരു വെൽ ഓർഗനൈസേഷൻ കാണും അല്ലെ, അവിടെ ലേബേഴ്സിനൊക്കെ ഡിവിഷൻസ് ഓഫ് ലേബേഴ്സ് ആയിരിക്കും, അവിടെ കൃത്യ ടൈമിങ്ങിനും ആ സാലറീസ് അതിനുള്ള പെർട്ടിക്കുലർ ഒരു ഓർഡർ കാണും. പക്ഷേ അൺഓർഗനൈസ്ഡ് പറയുമ്പോൾ ദർ ഇസ് നോ ഓർഗനൈസേഷൻ, അതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് റാൻഡം ആയിട്ടായിരിക്കും അവരുടെ സാലറി കൊടുക്കുന്നതായിരുന്നാലും അവരുടെ വർക്കിംഗ്
അറേഞ്ച്മെന്റ്സ് എന്താണ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് രണ്ട് സെക്ടേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇവരുടെ ഇടയിൽ അല്ലെങ്കിൽ ഓർഗനൈസ് സെക്ടേഴ്സിലും അൺഓർഗനൈസ് സെക്ടേഴ്സിലും തമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ അത്തരത്തിലുള്ള ലേബേഴ്സിന്റെ ലോസ് എന്തൊക്കെയായിരിക്കും, അത് മാത്രമല്ല സോഷ്യൽ സെക്യൂരിറ്റി ലോ ഓക്കെ ഇൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്, ഈ ആസ് എ ലേബർ ആയിട്ട് വർക്ക് ചെയ്യുമ്പം അവർക്കുള്ള സെക്യൂരിറ്റീസ് എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് ഓർഗനൈസ്ഡ് സെക്ടേഴ്സിലും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലും അവർക്ക് എന്തൊക്കെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് 4 പഠിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള ലേബർ പോളിസീസും കുറച്ച് ആക്ട്സുകൾ, അതായത് നമുക്ക് പറയാം ആക്ടുകളായിട്ട് പറയുവാണെങ്കിൽ എന്താണ്, നമുക്ക് ഓരോ കമ്പനിയിൽ കയറുമ്പോഴത്തേക്കും ഓരോ ലേബർ ആക്ടുകൾ കാണും അല്ലെ. നമുക്ക് ഇപ്പൊ തന്നെ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് ഒത്തിരി ആക്ട് നമുക്ക് ലേബറുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആക്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 4 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ. നമുക്കറിയാം നമ്മുടെ കൺട്രിയിൽ 3 ടൈപ്സ് ഓഫ് സെക്ടേഴ്സ് ഉണ്ട്: അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ടറിന്റെ പേരാണ് അഗ്രികൾച്ചർ സെക്ടർ. അപ്പൊ ഈ അഗ്രികൾച്ചർ, അപ്പൊ യൂണിറ്റ് 5 വന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പെർഫോമൻസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അപ്പം അഗ്രികൾച്ചർ സെക്ടറിന് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ എങ്ങനെയാണ്, അല്ലെങ്കിൽ കാർഷിക മേഖല എത്രത്തോളമാണ് വളർച്ചയുണ്ടായത്, അതായത് ബിഫോർ ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക്, അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡന്റ് കിട്ടുന്നതിന് മുൻപ് എങ്ങനെയാണ് കാർഷിക മേഖലയുടെ വളർച്ചയും ഇപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് അതിന്റെ വളർച്ചയെ കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് മാത്രമല്ല ട്രഡീഷണൽ കൾട്ടിവേഷൻ ടു മോഡേൺ കൾട്ടിവേഷൻ. നമുക്ക് ട്രഡീഷണൽ കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ലേബേഴ്സ് ആയിരുന്നു കൂടുതലും എന്ത് ചെയ്തത്, അഗ്രികൾച്ചർ സെക്ടറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താണ്, കൂടുതൽ മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സും മെഷീൻ മെയ്ഡ് ഗുഡ്സും ആയത് കാരണം എന്ത് ചെയ്തു, ലേബേഴ്സിന്റെ അളവ് കുറയുകയും ടെക്നോളജി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതിൽ തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ട്രഡീഷണൽ കൾട്ടിവേഷനും മോഡേൺ കൾട്ടിവേഷൻ വന്നപ്പോഴത്തേക്കും എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടായി, നമുക്കറിയാം ഗ്രീൻ റവല്യൂഷൻ പോളിസീസ് ഒക്കെ ഉണ്ടായി. അപ്പൊ ആ ഗ്രീൻ റവല്യൂഷൻ പോളിസി ഇംപ്ലിമെന്റ് ആയപ്പോൾ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് നമുക്ക് ഉണ്ടായത്, അത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്തതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും തമ്മിലുള്ളൊരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പേജിൽ പഠിക്കാനായിട്ട് ഉണ്ട്. അടുത്തതായിട്ട് യൂണിറ്റ് 6 എന്ന് പറയുന്നത് അഗ്രേറിയൻ റിലേഷൻ ആൻഡ് മാർക്കറ്റ് ലിങ്കേജസ്. ഓക്കെ, അപ്പൊ അഗ്രേറിയൻ റിലേഷൻ, അപ്പൊ അഗ്രികൾച്ചർ സെക്ടറും മാർക്കറ്റും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായിരിക്കും അഗ്രേറിയൻ റിലേഷൻസ്? എക്സാമ്പിൾ നമുക്ക് പറയാം, ലാൻഡും ലേബറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും, ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും, ഇവർ 3 പേരും കൂടെ ഒത്തുചേരുമ്പോൾ എങ്ങനെയായിരിക്കും, അവരുടെ ആ ഒരു റിലേഷനെയാണ് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ അഗ്രേറിയൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അഗ്രികൾച്ചർ സെക്ടർ, പ്രത്യേകിച്ച് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ട്രഡീഷണൽ മെത്തേഡ് നോക്കുമ്പോഴത്തേക്കും ലേബറിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരുന്നു. പിന്നീട് ടെക്നോളജി വർദ്ധിപ്പിച്ചപ്പോഴത്തേക്ക് എന്തായിരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടറിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തു. അപ്പൊ ഈ ടെക്നോളജി വർദ്ധിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ചേഞ്ചസ് ഓക്കെ, അത് ലേബറിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാം നമുക്ക് പണ്ട് കാലങ്ങളിൽ എന്തുണ്ട്, ലാൻഡ് ടെന്യൂർ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ, ഈ സെമിൻഡാരി സിസ്റ്റം, അങ്ങനെയൊക്കെ ഒത്തിരി ലാൻഡ് ടെന്യൂർ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് ഫീച്ചേഴ്സ് ഓഫ് അഗ്രേറിയൻ റിലേഷൻ. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്കറിയാം, കോൺട്രാക്ച്വൽ ലൈസൻസ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, പിന്നെ ലേബർ ടെനൻസി ഉണ്ട്, പിന്നെ എന്താണ് ഷെയർ ക്രോപ്പിംഗ് ഉണ്ട്, ലാൻഡ് ലീസിംഗ് പോളിസീസ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത കാര്യം നമുക്ക് പറയുന്നത് ടെനൻസി സ്റ്റാറ്റസ് ഇൻ ഇന്ത്യയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലാൻഡ് ലീസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ പോളിസീസ് എന്തൊക്കെയാണ്. ഇപ്പൊ ഒന്നുകിൽ നമുക്കറിയാം, നമുക്ക് ലാൻഡ് ലീസിംഗ് എന്ന് പറയുമ്പം ആ സ്ഥലത്തെ അവര് എന്ത് ചെയ്യാണ്, ജപ്തി ചെയ്ത് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ അവിടുത്തെ ആ ലാൻഡിന് ഒരു ഫിക്സഡ് കരം അടയ്ക്കാനുണ്ടായിരിക്കും. ആ കരം പ്രോപ്പറായിട്ട് അടയ്ക്കാത്തതിന്റെ കാരണത്തിലോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഇൻകം കുറവാകുമ്പോൾ അവരുടെ ഒരു എമൗണ്ട് ഓഫ് ടാക്സ് അവിടെ അപ്ലൈ ചെയ്യുകയും ആ അപ്ലൈ ചെയ്യുന്ന ടാക്സ് പ്രോപ്പറായിട്ട് അടയ്ക്കാതെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ആ ലാൻഡ് ലീസ് ചെയ്യുന്നതായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ്, അതായത് നമുക്കറിയാം ആ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ
മാർക്കറ്റിൽ എത്തിയാൽ പോലും അതിലൊരുപാട് വ്യത്യാസം. നമ്മൾ എങ്ങനെയാണ് ലാൻഡ് ലേബറിലോട്ട് കൊണ്ടുവരുന്നത്, ലാൻഡിൽ നിന്ന് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് അത് ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിന് വേണ്ടുന്ന ട്രാവലിംഗ് എക്സ്പെൻസസ് അത് ലിങ്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സ്പെഷ്യലി നമ്മൾ ഗുഡ് മാർക്കറ്റിലും ഫാക്ടർ മാർക്കറ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോർമൽ മാർക്കറ്റിലും ഇൻഫോർമൽ മാർക്കറ്റിലും എങ്ങനെയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അഗ്രേറിയൻ റിലേഷൻ എങ്ങനെയാണെന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സിൽ എങ്ങനെയാണ് ഈ അഗ്രേറിയൻ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്, അതിലൊത്തിരി പോരായ്മകളും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ ഇവിടെ ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് യൂണിറ്റ് 7 വന്നിട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ക്യാപിറ്റൽ, മൂലധനം അല്ലെ, അതെങ്ങനെ നമുക്ക് ഫോം ചെയ്യാം. ഓക്കെ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ നമുക്ക് പഠിക്കാനുണ്ട്, എന്താണ് ഇൻക്രിമെന്റൽ ഔട്ട്പുട്ട് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ പഠിക്കാനായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചറിൽ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കാം, അതായത് കോമ്പോസിഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, പ്രൈവറ്റിന്റെയും പബ്ലിക്കിന്റെയും ഇൻവെസ്റ്റ്മെന്റ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാം, അഗ്രികൾച്ചർ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് പ്രൈവറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റിൽ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അഗ്രികൾച്ചർ കാർഷിക മേഖലയിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, അഗ്രേറിയൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തൊക്കെ മെഷേഴ്സ് ആണ് നമുക്ക് ഈ അഗ്രികൾച്ചർ സെക്ടറിനെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതിന് ഒത്തിരി സബായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നോളജ് ഡെഫിസിറ്റ് എന്നും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് എന്നും പിന്നെ വാട്ടർ യൂസ് എഫിഷ്യൻസി എന്നും ഒക്കെ നമ്മളിപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുമ്പം ഏത് തരത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉൽപ്പാദനം, അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ്, നമ്മളൊരു പാഡി ഫീൽഡ്, ഓക്കെ, അവിടെ നമ്മൾ എന്താണ് പാഡി കൾട്ടിവേഷൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് വിത്ത് മാത്രം കൊണ്ട് പാകിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളവിടെ എന്താണ്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള വളം വേണം, പിന്നെ വെള്ളം വേണം അല്ലേ, അതിനുള്ള പ്രോപ്പർ കെയർ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് 100% പ്രൊഡക്ടിവിറ്റി കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടുന്നുള്ള എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കണം. എന്നാൽ മതി നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടും. അപ്പൊ എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, പിന്നെ പ്രത്യേകിച്ച് അഗ്രികൾച്ചർ സെക്ടറിലാകുമ്പം ലേബർ എന്തുണ്ടായിരിക്കണം, ആ ഒരു നമ്മൾ എന്താണോ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് ആ ഉൽപ്പാദനത്തെ പറ്റി ഡീറ്റെയിൽ നല്ലൊരു അറിവുണ്ടായിരിക്കണം. അതിന് പറയുന്നതാണ് നോളേജ് ഡെഫിസിറ്റ് എന്ന്. പിന്നെ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് എത്തിക്കാൻ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിച്ച സാധനം, ആ റോ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് നമുക്ക് ആ ലേബറിന് കിട്ടുകയും വേണം, തിരിച്ച് അതുപോലെ അതിന്റെ പ്രൊഡക്ടിവിറ്റി കൊണ്ട് എത്തിക്കുകയും വേണം. മാർക്കറ്റിൽ എത്തിക്കുന്നത് വരെയും ആ ഒരു ലേബറിന് വേണ്ടുന്നുള്ള എന്തൊക്കെ കാര്യങ്ങളെയാണ് അതിനെ കുറിച്ചിട്ടാണ് മെഷേഴ്സ് ടു ഇൻക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വരുന്നത്. പിന്നെ ഇഷ്യൂസ് റിലേറ്റഡ് ടു വിത്ത് അഗ്രികൾച്ചർ സെക്ടർ. നമുക്കറിയാം നമ്മളിപ്പോൾ പല ലേബർ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ കൂടെ കാണാറുണ്ട് അല്ലേ. അതെന്താ പറയുന്നത്, കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളവെടുക്കുന്നത്, ഇപ്പോൾ ഒരു തക്കാളി കൃഷി തുടങ്ങിയാലും ആ കർഷകന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കും അല്ലേ. പക്ഷെ മാർക്കറ്റിൽ നല്ല റേറ്റ് ആണെങ്കിൽ പോലും അത് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്ന ഉൽപാദകന് വളരെ തുച്ഛമായ വിലയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പം അദ്ദേഹത്തിന് എന്താണ്, ഒന്നുകിൽ പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും കാരണം അയാൾക്ക് ആ ഒരു പ്രോപ്പറായിട്ട് ഈൽഡ് കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഉൽപ്പാദിപ്പിച്ച് ഇപ്പൊ തക്കാളി ആണെങ്കിൽ തക്കാളി അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു പ്രോപ്പർ പ്ലേസ് വേണം, അത് തിരിച്ച് ആ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ മാർക്കറ്റിൽ കൊണ്ടെത്തിക്കണം, എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് കിട്ടത്തുള്ളൂ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയും അപ്പൊ ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്തൊക്കെ റിഫോംസ് കൊണ്ടുവരണം, എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 7 പറയുന്നത്. യൂണിറ്റ് 8 നമുക്ക് പഠിക്കാനുള്ളത് അഗ്രികൾച്ചർ പോളിസിയാണ്. അപ്പൊ അഗ്രികൾച്ചർ പോളിസി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ അഗ്രികൾച്ചറിൽ വേണ്ടുന്നുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം, അതിന് വേണ്ടുന്നുള്ള കുറെ പോളിസീസ് ആണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. മെയിൻ ആയിട്ട് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ടു ഇംപ്രൂവ് ദ അഗ്രികൾച്ചറൽ പോളിസി, സബ്സിഡീസ്, പ്രൈസ് സപ്പോർട്ട്, ഡയറക്റ്റ് പേയ്മെന്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്സ്, ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ അഗ്രികൾച്ചർ പോളിസീസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെയാണ് നമുക്ക് റീസെന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പോളിസി റിഫോംസ്, അതായത് നമുക്ക് കാർഷിക മേഖലയിൽ എത്രത്തോളം വ്യതിയാനം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ഒന്ന് നമുക്കറിയാം മാർക്കറ്റ് റിഫോംസ് ഉണ്ട്, പലതരത്തിലുള്ള ഇപ്പൊ നമ്മുടെ കൺട്രിയിൽ തന്നെ റീസെന്റ് ആയിട്ട് വരുന്നതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പോലുള്ള പോളിസീസ്. പിന്നെ സ്മോൾ സ്കെയിൽ ഹോൾഡേഴ്സ് അവരുടെ അഗ്രിഗേറ്റ് അവരുടെ അവരുടെയൊക്കെ ഒരു കാർഷിക മേഖല, പ്രത്യേകിച്ച് ഈ ചെറുകിട വ്യവസായക്കാർക്ക് എങ്ങനെ അവരുടെ കാർഷിക മേഖലയെ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റിലോട്ട് കൊണ്ടുവരാം എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ബ്ലോക്ക് 3 വന്നിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ. നമ്മൾ പറഞ്ഞു നോക്കും 3 തരത്തിലുള്ള സെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ സെക്കൻഡ് സെക്ടർ ആണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഓക്കെ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 9 വന്നിട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് പോളിസി. ഓക്കെ, എങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ വളർച്ചയിലേക്ക് കൊണ്ടുവരാം, അവിടുത്തെ പോളിസീസ് ഏതൊക്കെയാണ്. ഓക്കെ, അതിന് ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് പോളിസീസ് ബിഫോർ 1990s, അത് 1990-കൾക്ക് മുൻപുള്ള പോളിസീസ് എന്തായിരുന്നു. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻസ് ഓഫ് 1956, ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് 1977 ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1991. ഓക്കെ, അവിടെ നമുക്ക് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസീസ് ഉണ്ട്. 1991-ലെ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസീസ് ഏതൊക്കെയാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് ട്രെൻഡ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഓക്കെ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണ്, അതായത് phase 1, phase 2, phase 3, phase 4 എന്നായിട്ടാണ്. അതായത് phase 1 എന്ന് പറയുമ്പോൾ 1951 to 1965 ആണ്, അതായത് 1951 മുതൽ 65 വരെയുള്ള ആ കാലഘട്ടത്ത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ട്രെൻഡ് എങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ phase 2 എന്ന് പറയുന്നത് 1966 to 1980 വരെയുള്ള കാലഘട്ടം, അതായത് 1966 മുതൽ 80 വരെയുള്ള കാലഘട്ടത്ത് എങ്ങനെയാണ്, അതിനെയാണ് phase 2 എന്ന് പറയുന്നത്. ആ കാലഘട്ടത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ വളർച്ച എങ്ങനെയായിരുന്നു ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ phase 3 1981 മുതൽ 1991 വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ വളർച്ചയെ പറ്റിയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതായത് phase 4, അതായത് പോസ്റ്റ് 1991, അതായത് ന്യൂ എക്കോണമി അല്ലെങ്കിൽ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നപ്പോഴത്തേക്കും 1991 ആ പോളിസി വന്നതിന് ശേഷം എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള വളർച്ചയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കമ്മീഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പറ്റിയിട്ട്. അപ്പൊ അതിനുള്ള റീസെന്റ് കമ്മീഷൻസും അതിന്റെ റിപ്പോർട്ട്സുകളുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കുവാനായിട്ട് ഉള്ളത്. അടുത്തതായിട്ട് യൂണിറ്റ് 10 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെറുകിട വ്യവസായങ്ങൾ. ഓക്കെ, അവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ഈ കുടുംബശ്രീ യൂണിറ്റുകൾ, പിന്നെ അല്ലാതെ തന്നെ ഹാൻഡ്ലൂം സെന്റേഴ്സ് ഒക്കെ, ഇതൊക്കെ എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി ഫസ്റ്റ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ വളർച്ച, അവരെങ്ങനെയാണ് അതിലോട്ട് അല്ലെങ്കിൽ അത് നല്ല മികച്ച രീതിയിൽ അവരുടെ ഡെവലപ്മെന്റ്സ്, അവർക്ക് എങ്ങനെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അവരുടെ ആ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന് വേണ്ടിയുള്ള പോളിസീസ് എന്തൊക്കെയാണ്, അതിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കുറെ ഹാൻഡ്ലൂം ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു ആക്ട് ആണ് MSMED ആക്ട് 2006. അത് മെയിൻ ആയിട്ട് പറയുന്നത്, അതായത് മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം, അവരെ എങ്ങനെ നമുക്ക് അവരുടെ ആ ഒരു വ്യവസായത്തെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ അവരുടെ ഒരു ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയും അവരുടെ ഒരു ഡെവലപ്മെന്റ്, അവർക്ക് എങ്ങനെ അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും, അവരുടെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം നമുക്ക് കൂട്ടാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ. അത് മാത്രമല്ല ഈ ഒരു ആക്ട് വന്നത് കാരണം എങ്ങനെയാണ് അത് നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത്, ആസ് എ ലേബറിന് എത്രത്തോളം അത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്, അത് മാത്രമല്ല അതിന്റെ പോളിസീസ് എന്തൊക്കെയാണ്, അതിന് കൂടുതലും എന്തൊക്കെ പ്രയോറിറ്റീസ് ആണ് ഉള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസീസ് ഫോർ സ്മോൾ സ്കെയിൽ ടൈനി എന്റർപ്രൈസസ് ഇൻ 2017, 2017 കാലഘട്ടത്തിലുള്ള ഇൻഡസ്ട്രിയൽ പോളിസി, അതായത് പ്രത്യേകിച്ച് ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പോളിസിയെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ട് ഉണ്ട്. അടുത്തായിട്ട് ബ്ലോക്ക് 4 വന്നിട്ട് നമ്മുടെ തേർഡ് സെക്ടറിലുള്ള സർവീസ് സെക്ടറിനെ പറ്റിയാണ് നമുക്ക്
പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സർവീസ് സെക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ എന്ത് സർവീസ്, ഓക്കെ, എക്സ്പെഷ്യലി ട്രാൻസ്പോർട്ട്, എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട്, ബാങ്കിങ് സർവീസ്, പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ, ദീസ് ഓൾ കംസ് അണ്ടർ ദ സർവീസ് സെക്ടർ. ഓക്കെ, അപ്പോൾ സർവീസ് സെക്ടറിൽ നമുക്ക് യൂണിറ്റ് 11 പഠിക്കാൻ, മൊത്തം 3 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ യൂണിറ്റ് 11 വന്നിട്ട് ഫീച്ചേഴ്സ് ഓഫ് സർവീസ് സെക്ടർ. ഓക്കെ, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് സർവീസ് സെക്ടേഴ്സിന് ഉള്ളത്, എക്സ്പെഷ്യലി നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കാനുള്ളത്. എന്താണ് ഷെയർ ഇൻ GDP-യിലുള്ള ഷെയർ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലെങ്ങനെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് സബ് സെക്ടേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ട്രേഡ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സർവീസസ് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ് സർവീസസ്, എക്സ്പെഷ്യലി ബാങ്കിങ് സർവീസസ് ഒക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡിഫൻസ് ആൻഡ് അതർ സർവീസസ്. നമുക്കറിയാം, നമുക്ക് നിലവിൽ എന്തുണ്ട്, നമ്മുടെ ഈ കൺട്രീനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് സർവീസസ് ഉണ്ട് അല്ലെ. നമുക്കിതെല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും, അത് മാത്രമല്ല ആ പോളിസീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു നിയമം ഇറക്കുവാണെങ്കിൽ ആ പോളിസീസിനെ സംരക്ഷിക്കാനായിട്ടും കുറച്ച് ആളുകളുണ്ട് അല്ലെ. അപ്പം അത് മാത്രമല്ല നമുക്കിപ്പോൾ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്കറിയാം നമ്മുടെ കൺട്രിയിൽ തന്നെ ആർമീസ്, ഇതൊക്കെ നമ്മുടെ ഡിഫൻസിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതർ സർവീസസ് ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസ്, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ സെക്ടേഴ്സിന്റെ യൂസസ് എന്താണ്, ഇവരുടെ ഫീച്ചേഴ്സ് എന്താണ്, ഇവരുടെ ഡ്യൂട്ടീസ് എന്താണ് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇൻഫോർമൽ സർവീസ് സെക്ടേഴ്സിൽ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ, അതായത് എക്സ്പെഷ്യലി ഇന്റർമീഡിയറ്റ് സർവീസ് സെക്ടേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എങ്ങനെയാണ്, നമുക്കറിയാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ്, അതൊക്കെ ഒരു തരത്തിലുള്ള സെക്ടേഴ്സ് ആണ് അല്ലെ. നമുക്ക് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സെക്ടർ. ഓക്കെ, അപ്പൊ അതെല്ലാം എന്തിലാണ് വരുന്നത്, സർവീസ് സെക്ടർ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടാണ് യൂണിറ്റ് 11 നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്ത യൂണിറ്റ് 12 പോളിസി ഇഷ്യൂസ് ഫോർ സർവീസ് സെക്ടർ. എന്തൊക്കെ പോളിസീസ് ആണ് സർവീസ് സെക്ടറിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പോളിസി ഇഷ്യൂസ് ആണ്, മെയിൻലി ഇൻ ദ കേസ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് എങ്ങനെയാണ്, ടാരിഫ് ആൻഡ് ടാക്സസ് എങ്ങനെയാണ്, അടുത്ത സെക്ടർ സ്പെസിഫിക് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് റെഗുലേഷൻസ്, അതായത് നമുക്ക് ഇമ്പാക്ട് ഓഫ് പോളിസീസ് ആൻഡ് കൺസ്ട്രെയിൻസ്, അതായത് നമുക്ക് ഓരോ പോളിസി, ഇപ്പൊ എന്താണ് എക്സ്പോർട്ടിനൊരു എക്സ്പോർട്ട് പോളിസി അല്ലെങ്കിൽ ഇമ്പോർട്ട് പോളിസി, ഇപ്പൊ ട്രേഡ് പോളിസീസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകിൽ ഇപ്പൊ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ കേസ് വരുമ്പോഴത്തേക്കും നമ്മുടെ എന്തായിരിക്കും, ഒന്നിൽ ഇമ്പോർട്ട് കുറയ്ക്കും അല്ലെങ്കിൽ എക്സ്പോർട്ട് എന്തായും കൂട്ടുകയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് നമുക്കറിയാം നമ്മുടെ മണി വാല്യൂ കുറയുമ്പോഴത്തേക്കും നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മുടെ ഇമ്പോർട്ട് എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ട് കൂടിയിട്ട് എക്സ്പോർട്ട് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള കേസസ് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ, പ്രത്യേകിച്ച് വിത്തിൻ ദ കൺട്രി ആൻഡ് എക്സ്പോർട്ട് ഓഫ് സർവീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പുറത്തുള്ള ഔട്ട്സൈഡ് കൺട്രീസിൽ എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ എന്തുണ്ട്, മണി സപ്ലൈ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ സർക്കുലേഷൻ ഓഫ് മണി പ്രോപ്പറായിട്ട് നടക്കുകയും നമ്മുടെ എക്കോണമി ഒരു സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വന്നിട്ട് യൂണിറ്റ് 13 സെക്ടറൽ പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഡ്യൂറിംഗ് 2014 to 2020. അതായത് സെക്ടറൽ പെർഫോമൻസ്, അതായത് 3 സെക്ടേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു, അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. ഈ 3 സെക്ടേഴ്സിലും അതായത് 2014 മുതൽ 2020 കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അവരുടെ പെർഫോമൻസ്, അതിനെക്കുറിച്ച് വിലയിരുത്തുന്നതാണ് യൂണിറ്റ് 13 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് തന്നെ സെക്ടറൽ പോളിസി ഇനിഷ്യേറ്റീവ്സ് ഡ്യൂറിംഗ് 2014 to 2020 ഇൻ അഗ്രികൾച്ചർ സെക്ടറിൽ എങ്ങനെയായിരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ എങ്ങനെയായിരുന്നു, സർവീസ് സെക്ടറിൽ എങ്ങനെയായിരുന്നു അതിന്റെ പെർഫോമൻസ്. അത് വരുമ്പം നമുക്ക് അതിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ മൂന്ന് സെക്ടേഴ്സിനെയും കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇൻ ദ ഇയർ സ്പെസിഫൈസ് ദ ഇയർ 2014 to 2022, 2014 മുതൽ 2020 കാലഘട്ടങ്ങളിൽ ഈ 3 സെക്ടേഴ്സിലും എത്രത്തോളം വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ഇനിഷ്യേറ്റീവ്സ്. അതായത് ഈ 3 സെക്ടേഴ്സിലും എന്തൊക്കെ മോണിറ്ററി പോളിസീസും ഫിസിക്കൽ പോളിസീസും ആണ് അഡോപ്റ്റ് ചെയ്തത്, അതായത് എക്സ്പെഷ്യലി
നമുക്കറിയാം നമ്മുടെ റിയൽ GDP റേഷ്യോ എങ്ങനെയാണ്, നമുക്ക് നമുക്ക് ഈ 3 സെക്ടേഴ്സിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഡെപ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നമ്മുടെ എക്കോണമി സ്റ്റേബിൾ, ഈ 3 സെക്ടേഴ്സിലും നല്ല സ്റ്റേബിൾ ആയിട്ടാണോ പോകുന്നത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ. അതുപോലെ തന്നെ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ആണോ, അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് അതിൽ നിന്നും ഈ 3 സെക്ടേഴ്സിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം ആണോ, അതോ നമ്മൾ വീണ്ടും ഈ 3 സെക്ടേഴ്സിന്റെയും ഏർണിംഗ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് ഫെയിലിയർ ആയി പോയിട്ടുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സെക്ടേഴ്സ് വരുമ്പം നമുക്കറിയാം ട്രേഡും എക്സ്പോർട്ട് പോളിസീസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഈ 3 സെക്ടേഴ്സിനെയും എങ്ങനെ എഫക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ കറണ്ട് അക്കൗണ്ട്, അതായത് ഇപ്പോൾ നമ്മുടെ നിലവിലെ ഇന്ത്യയുടെ കറണ്ട് ഡെഫിസിറ്റ് എന്താണെന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ എക്സ്പോർട്ട്, നമുക്ക് ഇന്ത്യയിൽ എങ്ങനെ നമുക്ക് എക്സ്പോർട്ട് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സ്പോർട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതൽ നമ്മുടെ കൺട്രിയിലോട്ട് ഫ്ലോ ചെയ്യാൻ, ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫോറിൻ ക്യാഷ് ഫ്ലോ നമ്മുടെ കൺട്രിയിലോട്ട് കൂടുതൽ ഉണ്ടായാലും നമുക്ക് എന്താണ് നമ്മുടെ കൺട്രിക്ക് ബെനിഫിറ്റഡ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മണി വാല്യൂ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ആണ് എടുക്കേണ്ടതിനെ പറ്റിയാണ് ഈ യൂണിറ്റിൽ മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ 4 ബ്ലോക്ക് അടങ്ങിയ 13 യൂണിറ്റുകളുള്ള ഈ BECC 113 എന്ന് പറയുന്ന പേപ്പർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.